ഇത് സപ്പോട്ട, ഇത് മാംഗോ. ഇത് രണ്ടും മിക്സിയിൽ അടിച്ചെടുക്കണം. പഞ്ചസാര ഇട്ട് മാംഗോ പഞ്ചസാര ഇട്ട് അടിച്ചു. ഇതിൽ പകുതി ഇങ്ങോട്ട് മാറ്റി ഇതിലേക്ക് കുറച്ച് പാലൈസ് ഇട്ട് മിക്സ് ചെയ്ത് ഷേക്ക് ഉണ്ടാക്കണം. ഐസ് പാല് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഒരു പാത്രത്തിൽ പകർത്തുന്നു. ഇത് സപ്പോട്ട പുഡിംഗ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. സപ്പോട്ട പുഡിംഗ്. ഇത് പാലൈസ് പകുതി, മാംഗോ മിക്സിയിലേക്ക് ഇടുന്നു. മാംഗോ ഷേക്ക് ഉണ്ടാകും. 2 ഗ്ലാസ് ഐസ് ഷേക്ക് മതി. മാംഗോ ഷേക്ക് റെഡി. ഗ്ലാസ്സിലേക്ക് പകർത്തുന്നു. ഷേക്കിൽ വെച്ച് നട്ട്സ്, കാഷ്യൂ നട്ട്സ്. മാംഗോ ഷേക്ക് റെഡി. സപ്പോട്ട മിക്സിയിൽ അടിച്ചെടുക്കുന്നു. ഇനി പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് തിളപ്പിക്കുന്നു. കസ്റ്റർഡ് പൗഡർ 4 സ്പൂണുണ്ട്. അത് പാലിലേക്കിട്ട് ഇളക്കിയെടുക്കുന്നു. കസ്റ്റർഡ് പൗഡറിലേക്ക് കുറച്ചുകൂടി പാലൊഴിക്കുന്നു. ഈ പാല് കുറച്ച് പഞ്ചസാര ഇട്ട് തിളപ്പിക്കുന്നു. ഒരു മാങ്ങ അരച്ചിട്ട് സപ്പോട്ട തിളയ്ക്കാൻ വെച്ചു. സപ്പോട്ട, ചിക്കു അതിൻ്റെ മാംഗോപ്പുള്ളിലാണ്. മാംഗോ അരച്ചു, സപ്പോട്ട അരച്ചു. സപ്പോട്ട തിളച്ചു. അതിലേക്ക് 2 തുള്ളി വാനില എസൻസ് ഒഴിക്കുന്നു. സപ്പോട്ട ചവർപ്പുണ്ട്. മുകളിൽ പക പൊങ്ങി വരുമ്പോൾ ഒരു വെള്ളം വറ്റിക്കാൻ വെച്ചു. ഇതിലേക്ക് മാങ്ങ അരച്ചത്, മാംഗോ സപ്പോട്ട മിക്സാണ്. മാംഗോ സപ്പോട്ട വെള്ളച്ചോണ്ടിരിക്കുന്നതിലേക്ക് ഒരു ഉപ്പിടുന്നു. ടേസ്റ്റ് ഉണ്ടാകാം. വെള്ളച്ചോറ് മാറാനായിട്ട് പാലിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് തിളപ്പിക്കുന്നു. തിളച്ച് കഴിയുമ്പോൾ ഈ കസ്റ്റർഡ് പൗഡർ പാലിൽ കലക്കി വെച്ചിട്ട് തിളപ്പിക്കുന്നു. പാല് തിളച്ച് കസ്റ്റർഡ് പൗഡർ ബോയിൽഡ് മിൽക്ക് ബോയിൽഡ് sugar dissolved. Now adding custard. Boiling. Stirring. Custard milk അരച്ചു. ഇത് ഇതിലേക്ക് ട്രാൻസ്ഫർ. മാംഗോ സപ്പോട്ട മിക്സ് പുഡിംഗ്. രണ്ട് മിനിറ്റ് തിളപ്പിച്ചിട്ട് തീർത്താം. ഇട്ട് പാത്രത്തിലേക്ക് മാറ്റാം.
തണുത്ത് കഴിയുമ്പോൾ കഴിക്കാം. പുഡിങ്ങും 3 മിനിറ്റായി തിളയ്ക്കുന്നു. ഇതിലേക്ക് കുറച്ച് കശുവണ്ടി മുറിച്ചിടുന്നു. ഈ ട്രേയിലേക്ക് കുറച്ച് തേൻ ഒഴിക്കണം. പുഡിങ്ങിൻ്റെ തീയെടുത്ത് ഇത് പകർന്നു വയ്ക്കണം. റൂം ടെമ്പറേച്ചറിൽ ചൂടാറാൻ വെക്കണം. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ തണുപ്പിക്കാം. സപ്പോട്ട മാംഗോ മിക്സഡ് പുഡിംഗ് കട്ട് ചെയ്ത് കഴിക്കാം. സപ്പോട്ട മാംഗോ പുഡിങ്, ഇത് മാംഗോ പുഡിങ്. അവല് ചെറുതായിട്ടൊന്ന് ചൂടാക്കി പിന്നെ തേങ്ങ ഇട്ട് നനയ്ക്കാം. നനയ്ക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ടു. ഇനി അവലിന് ആവശ്യത്തിന് തേങ്ങ ഇട്ട് അതും കഴിക്കണം. ഇളക്കി നനയ്ക്കണം. ഇട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ശർക്കര ഇട്ട് ഇളക്കുക. അതിൽ ഞാൻ ഇച്ചിരി ശർക്കര ഉരുക്കിയ വെള്ളം ഒഴിക്കും. കുതിർക്കാനായിട്ട് വെക്കണം. അവല് നനച്ച് വെക്കണം. ശർക്കര ഉരുക്കിയിട്ട് ഇളക്കി ഗ്ലാസ് ഗോതമ്പൊടി എടുത്തു. ആവശ്യത്തിന് ഉപ്പിട്ടു. ഇത് കുറച്ച് പാലും വെള്ളമൊക്കെ വെച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുക. വെള്ളം ഒഴിച്ചു, ഉപ്പിട്ടു, കുറച്ച് പാലും കൂടി ഒഴിച്ചു. സോഫ്റ്റ് ആകാൻ വേണ്ടി പാലൊഴിച്ചാൽ എല്ലാവരും ടേസ്റ്റ് കിട്ടില്ല. ഇത് ഇളക്കി കഴിച്ചിട്ട് പാലൊഴിച്ചു, കുറച്ചുകൂടെ ലൂസാക്കി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു. ഇത് ഇളക്കിയെടുക്കണം. നനച്ച് വെച്ചു. ഈ ദോശ മാവ് ദോശക്കല്ലിൽ കുറച്ച് എണ്ണ കൊടുത്തിട്ട് മാവ് ഒഴിച്ച് ദോശയാക്കുന്നു. ഒന്ന് പരത്തി വലുതാക്കണം. കനം കുറയ്ക്കണം. മേക്കിംഗ് തിൻ ബൈ സ്പ്രെഡിങ്. Cover with the lid. Now turn upside down. Flip. Cook for 2 minutes. Turn down up. കുറച്ച് അവൽ നനച്ച് ഒരു സൈഡിലേക്ക് വെക്കുന്നു. ഫോൾഡിങ്. അവൽ വെച്ച അട. ഫോൾഡിങ്. തീർത്തി അവൽ ഫില്ലിങ്സ് വെച്ച അട. കറി വെക്കുന്ന ടൈപ്പ് ടേബിളാക്കാം.
ഇത് തോരൻ വെക്കാം. കൂടെ കുറച്ച് ചക്കക്കുരു മിക്സഡ് വെജിറ്റബിൾ തോരൻ. ഇത് വീട്ടിലുണ്ടായ ചേമ്പില്. ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇത് ആദ്യം പുഴുങ്ങി വെക്കണം. ചക്കക്കുരുവും ചേമ്പലും തോരൻ വെക്കാൻ കുക്കറിൽ ഇത് ആദ്യം പുഴുങ്ങിയെടുക്കുന്നു. പെട്ടെന്ന് വേകാൻ. ചേമ്പല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നു. തോരൻ വെക്കാനുള്ള ചേമ്പല അരിഞ്ഞു. ഇലയും തണ്ടും വേറെ വേറെ അരിഞ്ഞു. ഇതിൻ്റെ പകുതി എടുത്ത് മാറ്റി വെക്കുന്നു. ഇന്ന് പകുതി കറി വെക്കാം, നാളെ ബാക്കി കറി വെക്കാം. കുറച്ച് ഇല, കുറച്ച് തണ്ട്, രണ്ട് ദിവസം കറി വയ്ക്കാനുണ്ട്. ഇന്ന് തോരൻ വെക്കാം, ഇത് നാളെ തോരൻ വെക്കാം. നാളെ ഉള്ളി, മുളക്, കറിവേപ്പില, ഇത് തേങ്ങ, ഒരു പിഴിഞ്ഞ് പിലോപ്പി മേടിച്ച് തലഭാഗം കറി വെച്ച് ഉപ്പും പുളിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നു. ഇതിലേക്ക് ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയിടുക. വറുത്തിടാനുള്ള ഉള്ളി, ഇഞ്ചി, കറിവേപ്പിലയൊക്കെ രണ്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ഒരെണ്ണത്തിനകത്ത് കറി വെച്ച് എണ്ണ പൊട്ടി ഇത് ഒരെണ്ണുണ്ടാക്കാൻ. ഇത് മീൻ കടുക് ചേർന്ന് ഉള്ളി വെച്ചിട്ട് ഇട്ട് മീൻ ഉള്ളി ചേർന്നുള്ള മുളക് ഉള്ളി മീൻ ചേർക്കേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, കറിവേപ്പില ഇതൊക്കെ ചേർക്കുന്നു. ചോറിനുള്ള ഈ ഉള്ളിലേക്ക് ഇല അരിഞ്ഞിടും. ചെമ്പിലൊക്കെ മുമ്പായിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും ചേർക്കും. മീനകത്തേക്കുള്ള സാധനത്തിന് കിട്ടും. ചോറിനൊപ്പം മഞ്ഞളിട്ട് ഇലയിട്ട് മൂടി വെച്ച് വേവിക്കും. ഇലയിട്ടു 2 മിനിറ്റ് മൂടി വെച്ച് കഴിക്കാം. മീനുള്ള ഉള്ളി ഇതിലുള്ള ഉള്ളി മൂത്തപ്പം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. പിന്നെ ചൂടായിക്കില്ല സമയത്ത് വേറെ അടുപ്പിൽ മീൻ കറി അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുന്നു. ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിട്ട് തിളപ്പിക്കാം. ഇടയ്ക്ക് ആയി ഒന്ന് കുറച്ച് അരിഞ്ഞ് വേവിക്കുന്നു. ഇലയ്ക്ക് അതേ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇടുന്നു. അത് വെള്ളമൊക്കെ ഉണ്ട്, അത് വറ്റിച്ചെടുക്കുന്നു. കുറച്ച് തീ കൂട്ടിയിട്ട് വെള്ളം വറ്റിച്ച് വേവിച്ചെടുക്കുന്നു. വേകാത്ത ഇല ഉണ്ടെങ്കിൽ വെന്തോ വെള്ളം പറ്റുന്നു. തീ കൂട്ടിയിട്ട് ചക്കക്കുരു ഇലയുടെ മിക്സാക്കി വേവിക്കുന്നു. ഇത് വെള്ളം പറ്റാറുണ്ട്. ഈ തേങ്ങകളിടുന്നു. തേങ്ങയും വേണ്ടി വെള്ളം വെക്കുകയാണ്. ഈ മീൻ തിളച്ച് ഉള്ളിയൊക്കെ കറി റെഡിയായി. ചട്ടിയോടെയൊക്കെ എടുത്ത് ചുറ്റിച്ചിളക്കി ചോറിന് കൂട്ടാനുള്ള ചാറ് കറി റെഡി. ചക്കക്കുരുവില്ലാത്തതിൻ്റെ വെള്ളം വെച്ചുകൊണ്ടിരിക്കുന്നു. തേങ്ങ ഇട്ടു. കുറച്ച് നേരം കഴിഞ്ഞാൽ വെള്ളം വയ്ക്കും.
തീ കൂട്ടിയിട്ട് അത് നമുക്ക് ഇതിന് തീ എടുക്കുന്നു. ചക്കക്കുരു വെള്ളം വറ്റിച്ചോണ്ടിരിക്കുന്നു.